के साथ हमारे बीच में इस्तेमाल करने पाए। Praise the Lord. जय मसीह। ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम को आज शाम के समय पर महिमा मिलने पाए एक बार और। ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ആദ്യമായി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുകയാണ്. आज रात को इस जूम ऑनलाइन में और कॉन्फ्रेंस कॉल में आया हुआ हर एक प्रभु का दास और विश्वासी लोगों को हालेलुया नए साल की मुबारक देता हूं। ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തു. एक नए साल में प्रवेश करने के लिए स्वर्गीय पिता ने हमको अवसर दिया। നാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വളരെ ഭയാനകമായ ഒരു വർഷമാണ് നമ്മെ വിട്ട് കടന്നുപോയത്. हम अगर पीछे मुड़ कर देखेगा तो बहुत भयानक और डर देने वाला एक साल है जो हमको छोड़ कर गया। മനുഷ്യര് പലരും ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഭയവികുലരായി ചിന്താകുലരായി അവരുടെ ജീവിതവും സമയവും കഴിക്കുകയായിരുന്നു. पिछले साल पूरा दुनिया की हर एक लोग हमेशा डर कर क्या आगे क्या होगा करके बड़े डर और परेशान से एक एक दिन गुजर रहे थे। അതിന് കാരണമുണ്ട്. നമ്മുടെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും അനേകായിരങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപാകെ മരണപ്പെടുന്നത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. उसका कारण ये हमारे दाहिने बाएं और हमारी जीवन हमारी मोहल्ले में हमारी देश में राज्य में बहुत सारे लोग ये धरती छोड़कर मृत्यु के द्वारा जा रहे थे. അവരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവരെ മരണം പിടികൂടുകയും ലോകത്തു നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. वो लोग कभी विचार नहीं किया मेरे साथ इस तरीके से होगा करके किसी ने नहीं सोचा. 2700 പരം ദേവദാസന്മാർ മാത്രം മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2700 से अधिक प्रभु का दास केवल ये धरती छोड़ा करके हिसाब किया जाता है. അതുപോലെ അനേക വിശ്വാസികൾ അവിശ്വാസികൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയുണ്ടായി. बहुत तेरे प्रभु यीशु मसीह पर विश्वास करने वाला लोग और ना विश्वासा करने वाला लोग बहुत लोग ये धरती छोड़ दिया. ഈ വിഷയത്തിൽ നമുക്ക് ഒരു കംപ്ലൈന്റോ ഒരു ചോദ്യമോ ഉന്നയിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നത്. ऐसा हो जाने की वजह से हम कभी भी परमेश्वर से सवाल नहीं कर सकता पिता ऐसा क्यों हुआ, क्योंकि हर एक चराचरों को हर एक जीवितों को हर एक प्राणियों को चलाने वाला हमारा सृष्टिकर्ता परमेश्वर है. നമുക്ക് പുകഴുവാൻ പ്രശംസിപ്പാൻ ഒന്നും തന്നെയില്ല. हम लोग हालेलुया बढ़ाई करने के लिए हमारे जीवन में कुछ भी नहीं है. നാം ആയിരിക്കുന്നത് കൃപയാൽ കൃപയാൽ കൃപയാലാണ്. हम लोग अभी इस अवस्था में हैं प्रभु की अनुग्रह से अनुग्रह से अनुग्रह से. ആമേൻ. നമ്മളെ ഭൂമിയിൽ വെച്ചിരിക്കുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. हमको ये धरती पर रखने के पीछे परमेश्वर का एक बहुत बड़ा योजना है. ആമേൻ. ദൈവം നമ്മളിൽ കൂടെ ചിലതൊക്കെ ചെയ്ത് തീർപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. प्रभु हम एक एक व्यक्तियों के द्वारा कुछ न कुछ कार्यों को प्रभु करना चाहता है, इसलिए हमारी आयु को प्रभु ने लंबा किया. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന ദിവസങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഭയത്തോടെ വിറയലോടെ വിശുദ്ധിയോടെ ആ ദിവസത്തിൽ കഴിപ്പാൻ നമുക്കിടയായി തീരണം. इसलिए हमारे जीवन में मिलने वाला हर एक दिन में हम डर भय और भक्ति के साथ प्रभु की संगति में बने रहकर प्रभु की उपासना करते आगे बढ़े. പ്രൈസ് ദി ലോർഡ്. റേണുകൂട്ട് സഭയിലെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും ദൈവജനത്തിനും വിശ്വാസികൾക്കെല്ലാം എന്റെ സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം അറിയിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ വിവിധ സ്ഥാനങ്ങളിൽ എത്ര അത്ഭുതകരമായ രീതിയിലാണ് സുരക്ഷിതരായി വെച്ചിരിക്കുന്നത്. प्रभु का दास और विश्वासी लोग जो रेणुकोट में प्रभु की सेवा करते हैं सबको मैं एक बार और मेरा
प्रेम भरा वंदन देता हूं आपके बीच में आज वचन बोलने के लिए। मैं बहुत खुश हूं, मैं बहुत प्रसन्न हूं। हालेलुया। प्रभु ने कितनी अच्छी तरीके से, कितनी अनुग्रह से हमको धरती पर बचा कर रखा है। ആ സമയത്തിന്റെ ചുരുക്കത്താൽ ഞാൻ പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. समय की कमी की वजह से मैं जल्दी वचन की ओर फिरना चाहता हूं। അതുകൊണ്ട് ഞാൻ സാധാരണ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു പാട്ടിന്റെ ചില വരികൾ പാടാറുണ്ട്. എന്നാൽ ഇന്ന് സമയമില്ലാത്തതിനാൽ ഞാൻ നേരെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. मैं हमेशा गीत के साथ वचन शुरू करता, लेकिन आज समय को बचाने के लिए मैं वो गीत को नहीं गाना चाहता। പ്രൈസ് ദി ലോർഡ്. എന്നോട് ചേർന്ന് വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. इब्रानियों का पत्री 4 अध्याय हम लोग मिलकर प्रभु आज ध्यान करेंगे। 11-4 11-ന്റെ 4. 11 का 4 वचन, 11 का 4 वचन हम आज ज्ञान करेंगे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും ഞാൻ എൻ്റെ മലയാളം ബൈബിൾ ആകിയാൽ ഹിന്ദിയിൽ ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാവുന്നതാണ്. विश्वास ही से हाबिल ने कैन से उत्तम बलिदान परमेश्वर के लिए चढ़ाया और उसी के द्वारा उसके धर्मी होने की गवाही भी दी गई, क्योंकि परमेश्वर ने उसकी बेटों के विषय में गवाही दी और उसी के द्वारा वह मरने पर भी अब तक बातें करता है। आमीन। നിങ്ങൾ आप लोग ने നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. आप लोग ये वचन को पढ़ने की वजह से आपने ध्यान दिया होगा। എബ്രായ ലേഖനത്തെ പറ്റി ഞാൻ വിസ്തരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. इब्रानी को पत्री के बारे में मैं उसको अभी पाठ शिक्षा नहीं देना चाहता। യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന യഹൂദന്മാരുടെ ഒരു സഭയാണ് എബ്രായ സഭ. इब्रानी का कलीसिया का मतलब है यहूदी लोगों के बीच में से यीशु मसीह पर विश्वास करके निकल आया हुआ कुछ लोगों जुड़कर आने वाला एक कलीसिया है इब्रानियों का कलीसिया। ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക നമുക്ക് കാണാൻ കഴിയും. ये 11वां अध्याय में परमेश्वर के लिए इस्तेमाल हुआ विश्वासियों का एक बहुत बड़ा लिस्ट है, वहां हम दिखाई देता है। ഇവിടെ നാം വായിച്ചത് ഒരു യാഗത്തെ കുറിച്ചാണ്. यहाँ हम एक बलिदान के बारे में हमने पढ़ा भी। 2 പേരുടെ യാഗം, 2 व्यक्तियों का बलिदान, ഒന്ന് കയീൻ മറ്റേത് ഹാബേൽ. एक है कैन दूसरा है हाबेल। ആമേൻ. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ആമേൻ ഈ വളരെ വ്യക്തമായി നമുക്ക് ഈ യാഗത്തെ പറ്റി ലേവ്യ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. पुराना नियम की किताबें जब हम अध्ययन करते वक्त लेविया व्यवस्था किताब में परमेश्वर को सामने वेदी पर बलि चढ़ाने के बारे में अच्छे से समझाया हुआ है। പഴയ നിയമകാലത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ആചരിപ്പാൻ 5 വിധ യാഗങ്ങളെയാണ് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരുന്നത്. परमेश्वर 5 तरीके का हालेलुया ये बलिदान को इस्राएली लोगों को प्रभु शिक्षा दिया। ഒന്നാമത്തേതാണ് പാപയാഗം. पहला है पाप परिहार का बलिदान। രണ്ടാമത്തേതാണ് ഹോമയാഗം. दूसरा है होम बलि। മൂന്നാമത്തേതാണ് സമാധാന യാഗം. दूसरा है मिलन മേൽബലി. मेल बलि। നാലാമത്തേതാണ് ഭോജനയാഗം അഥവാ അന്നബലി. हालेलुया। 5वां है होम बलि या अन्न बलि। അഞ്ചാമത്തേതാണ് അകർത്യയാഗം അഥവാ ദോഷബലി. 5वां है दोष बलि या अहर्त्य याग। ഈ യാഗങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവം പ്രസാദിച്ചു എന്നുള്ളതിന് ഉദാഹരണമായി കാണുന്നത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന്. जब ये बलिदान होते हैं, ये बलिदान करने वाले को कैसे पता चलता मेरा इस बलिदान पर ये वेदी पर प्रभु प्रसन्न हुआ करके उसका चिन्ह है स्वर्गीय परमेश्वर की आग उधर कर उसको हालेलुया उस बलिदान के ऊपर उतर जाता है। वो है
बलिदान को प्रभु प्रसन्न किया, उनकी आराधना को प्रभु प्रसन्न किया या नहीं करके लोगों को चिन्ह मिलता है। അങ്ങനെ ദൈവം പ്രസാദിച്ച 7 യാഗങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. हम देख सकता है परमेश्वर ने प्रसन्न हुआ 7 बलिदान के बारे में बाइबल में लिखा है। ഒന്ന് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. हालेलुया। हम देख सकता है हाबेल का बलिदान पर प्रभु प्रसन्न हुआ। രണ്ടാമത് അബ്രഹാമിന്റെ യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങി, അതിൽ ദൈവം പ്രസാദിച്ചു. दूसरा है अब्राहम का बलिदान पर प्रभु आग उधरकर उस पर प्रसन्न हुआ। മൂന്നാമത്തേതാണ് അഹരോന്റെ യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങി, അതിൽ ദൈവം പ്രസാദിച്ചു. तीसरा है अहरोन का बलिदान पर प्रभु प्रकट आग उधारकर प्रसन्न हुआ। നാലാമത്തേതാണ് ഗിദെയോന്റെ യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങി, അതിൽ ദൈവം പ്രസാദിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. गिदयोन यो न्यायाधीशों का किताब में उनका बलिदान में, उनका बलि के वेदी में प्रभु उधरकर उसको प्रसन्न किया। അടുത്തതാണ് ദാവീദിന്റെ യാഗത്തിന്മേൽ തീ ഇറങ്ങി, അതിൽ ദൈവം പ്രസാദിച്ചു. दूसरा है दाऊद का द्वारा चढ़ाया हुआ बलिदान पर प्रभु प्रकट हुआ, आग उधारा। അടുത്തതാണ് ശലോമോന്റെ യാഗത്തിന്മേൽ അഗ്നി ഇറങ്ങി, ദൈവം പ്രസാദിച്ചു. आगे है सुलेमान, जब प्रभु के सामने वेदी बनाकर बलिदान चढ़ाए तो उस पर प्रभु प्रसन्न हुआ। അടുത്തതാണ് ഏലിയാവിന്റെ ഭക്തനായ ഏലിയാവിന്റെ യാഗത്തിന്മേൽ തീ ഇറങ്ങി, ദൈവം അതിൽ പ്രസാദിച്ചു. उसके बाद एलिया नबी का वेदी पर उनकी बलिदान पर प्रभु प्रकट हुआ। ഇന്ന് പഴയ നിയമ ഇതിന് ഈ പറഞ്ഞതിനെല്ലാം റെഫറൻസ് ഉണ്ട്, വാക്യങ്ങളുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. ये जो भी बातें मैंने अभी बोला है सबके लिए बाइबल में बातें वचन है, लेकिन समय की कमी के कारण मैं इसको एक एक करके नहीं पढ़ाना चाहता। പഴയ നിയമ കാലത്ത് മനുഷ്യർ മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചിരുന്നു. पुराना नियम में परमेश्वर के सामने आराधना के टाइम पर लोग धन्यवाद के लिए, प्रभु को बलिदान के लिए वो जानवरों का बलिदान होता था। എന്നാൽ അതില് കണ്ടീഷൻ ഉണ്ട്, യാഗവസ്തു എങ്ങനെ ആയിരിക്കണമെന്ന്. उसके लिए एक कोई न कोई व्यवस्था प्रभु हर एक बलिदान के लिए प्रभु दिया हुआ है, किस तरीके से बलिदान को चढ़ाना है। നാം കഴിക്കുന്ന യാഗം എങ്ങനെ ആയിരിക്കണം എന്നുള്ള നിയമങ്ങൾ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. आप जो भी बलिदान प्रभु के सामने लेके आता है अपनी मर्जी से नहीं कर सकता, प्रभु ने दिया हुआ व्यवस्था के अनुसार उसको चढ़ाना पड़ता है। वो लेविया व्यवस्था किताब अध्याय उस किताब में हमको दिया हुआ है। ലേവ്യ പുസ്തകം 22-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, लेविया व्यवस्था 22 का 19 से जब हम पढ़ते हैं, അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പ്രസാദം ലഭിക്കത്തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. हालेलुया। वहां लिखा है अपने निमित्त ग्रहण योग्य ठहरने के लिए बैलों भेड़ों व बकरियों में से निर्दोष नर चढ़ाया जाए। ഊനമില്ലാത്ത യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. वहां लिखा है दोष हो उससे ना चढ़ाना, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കത്തില്ല. क्योंकि वो तुम्हारे निमित्त ग्रहण योग्य ना ठहरेगा। പ്രിയമുള്ളവരെ, കുരുട്, അതിന്റെ 22-ാം വാക്യം, കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ യാതൊന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് എന്നുള്ള വ്യവസ്ഥ അവർ കൊടുത്തിരുന്നു. अंधा व अंग का टूटा व लूला हो व उसमें से रसौली बारकौरा और खुजली हो, ऐसों को यहोवा के लिए ना चढ़ाना, उनको वेदी पर यहोवा के लिए हत्या ना चढ़ाना। ഇത് എന്താണ്? പുതിയ നിയമസഭയായ നമുക്ക് എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്? ये नया नियम में हमको इसके द्वारा क्या शिक्षा देता है? നാം യാഗം കഴിക്കുമ്പോൾ, നാം ദൈവത്തിന് ആരാധന കഴിക്കുമ്പോൾ
ആമേൻ. നമ്മ കുറ്റമില്ലാത്തവരായി, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തവരായി, ആമേൻ, നിർമ്മലരായി, വിശുദ്ധരായി ദൈവസന്നിധിയിൽ യാഗം കഴിക്കണം. അകത്ത് പക, പിണക്കം, കോപം, ക്രോധം, ജാരശങ്ക, ഇങ്ങനെയുള്ളതായ യാതൊന്നും അകത്ത് വെച്ചുകൊണ്ട് യാഗം കഴിച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കത്തില്ല എന്നുള്ളതാണ് വിളിച്ചറിയിക്കുന്നത്. हालेलुया। प्रभु की पवित्र वचन हमको पुराना नियम का बलिदान के द्वारा नया नियम का विश्वासियों को ये शिक्षा देता है, आप जब प्रभु की चरणों में जब हालेलुया धन्यवाद या प्रार्थना करने के लिए आते हैं, आपके अंदर हालेलुया कोई भी शरीर की काम, हालेलुया व्यभिचार, गंदे काम, हालेलुया लूचपन, मूर्ति पूजा, टोना, बैर, झगड़ा, ईर्ष्या, क्रोध, विरोध, फूट, विरुद्धर्म, हालेलुया मतवा अलापन, लीला, क्रीड़ा और उनके कैसा कोई भी कार्य आपका दिल के अंदर, आपके जीवन के अंदर नहीं होना चाहिए। बिना दोष से आप प्रभु के सामने खड़े रहना है। നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു, ഇതെല്ലാം ശരിയാണ്, നല്ലതാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മളെ കാണുമ്പോൾ ആമേൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് നാം പുറപ്പെടുവിക്കുന്ന സ്തോത്രയാഗങ്ങൾ ആമേൻ ദൈവത്തിന് പ്രസാദമായി തീരത്തക്കവണ്ണം നമ്മുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയുള്ളതായിരിക്കണം. हम परमेश्वर की चरणों में जब आते हैं, अन्य भाषा बोलता है, हालेलुया बोलता है, धन्यवाद बोलता है, ताली बजाता है, नाचता है, रोते हैं, सब कुछ सही है, हालेलुया। लेकिन उस समय हर एक हृदय विचारों को जानने वाला सर्वशक्तिमान, सर्वज्ञानी, सर्व परम प्रधान परमेश्वर की चरणों में अब आया है। वो आपके हृदय की एक एक हालेलुया आह को जानने वाला है। उनके सामने आप निर्दोष रहना। ആമേൻ. പഴയ നിയമ സഭയ്ക്ക് 5 യാഗങ്ങൾ ദൈവം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പുതിയ നിയമ സഭയ്ക്ക് ഏകദേശം 7 യാഗങ്ങളെ പറ്റി നാം പഠിക്കുന്നുണ്ട്. पुराना नियम का कलीसिया को प्रभु 5 तरीके का बलिदान की हालेलुया आराधना अगर दिया, तो नया नियम का लोगों को 7 तरीके का प्रार्थना आराधना का रीति को दिया है। യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ യാഗത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക് ഇന്ന് വിശുദ്ധീകരണം ലഭിക്കുന്നു. അവൻ തങ്ങളിലുള്ള മൃഗീയ സ്വഭാവമാണ് യാഗമായി ഇനിയും അർപ്പിക്കേണ്ടത്. हालेलुया। जो व्यक्ति यीशु मसीह को ग्रहण किया, उस व्यक्ति यीशु मसीह को ग्रहण करने के बाद उनके द्वारा मानव के लिए जो भी बलिदान हमेशा के लिए हो गया, लेकिन हमारे अंदर का जो हालेलुया जानवर जैसा मृगीय स्वभावों को हटाकर एकदम हालेलुया निर्दोष रहना करके प्रभु हमको बताता है। പുതിയ നിയമസഭയ്ക്ക് ഇന്ന് അർപ്പിക്കുവാനുള്ളത് സ്തോത്രയാഗമാണ്. नया नियम का कलीसिया को धन्यवाद का बलिदान चढ़ाना जरूरी है। അത് എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. हालेलुया। इब्रानियों का पत्री 13 अध्याय का 15-16 15-16 में वो लिखा है। ആമേൻ. ഈ യാഗം, സ്തോത്രമെന്ന യാഗം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അർപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അത് ഇടവിടാതെ അർപ്പിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. वहां ये लिखा है, इसलिए हम उसके द्वारा स्तुति रूपी बलिदान अर्थात उन होठों का फल जो उसके नाम का अंगीकार करते हैं परमेश्वर के लिए सर्वदा चढ़ाया करे। ആമേൻ. നമ്മുടെ മൂഡ് ഉള്ളപ്പോൾ, നമുക്കെല്ലാ സുഖ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ അർപ്പിക്കാനുള്ളതല്ല ഈ യാഗം. ഇത് ഇടപെടാതെ സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും എല്ലാ സമയവും ഒരു ദൈവപൈതൽ ഈ യാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. आपको जब सोचेगा ठीक है, आप जब सुख होगा या आपका जीवन में कोई बात होगा, तब के लिए नहीं। हालेलुया। एक परमेश्वर का संतान अपनी जैसे श्वास लेते हैं, उसी जैसा प्रभु को धन्यवाद का बलिदान चढ़ाते रहना। ആ പുതിയ നിയമത്തിൽ നാം തന്നെ യാഗമായി തീരണം എന്നാണ് എഴുതിയിരിക്കുന്നത്. पुराना नियम में जानवरों को बलिदान होते थे,
लेकिन नया नियम में हम खुद अपने आप को बलिदान देना है। അതിന് പകരം മറ്റൊന്നും പറ്റത്തില്ല. उसके बदले में ये धरती का कोई चीज उसका तुल्य नहीं हो सकता। അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. इसलिए प्रेरित पौलोस रोमियों का पत्री 12 अध्याय उसके अंदर लिखा, इसलिए हे भाइयों मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूं कि अपनी शरीरों को जीवित और पवित्र और परमेश्वर को भावता हुआ बलिदान करके चढ़ाओ, यही तुम्हारे आत्मिक सेवा है। കണ്ണുനീരും നിലവിളിയും ആരാധനയിൽ വേണം. आपके आंसू बहना है, हालेलुया। आप हालेलुया चिल्लाकर प्रार्थना कर, रो रो के हालेलुया प्रार्थना करना है। യാഗമൃഗം ഒരു വേദനയിലൂടെ, ഒരു നിലവിളിയിലൂടെ, കണ്ണുനീരിലൂടെ കടന്നുപോയേ മതിയാവുകയുള്ളൂ. हालेलुया। हम देखे हैं पुराना नियम में जब जानवर को बलिदान देते वक्त वो चिल्लाते हैं, उसी जैसा जब आप बलिदान देते अपने आप को रोते पीटते गिड़गिड़ाते हुए प्रभु की चरणों में होना है। അതിന്റെ തോലുരിക്കണം, കഷ്ണം കഷ്ണമായി മുറിക്കണം. उसका जानवर, पुराना नियम में जानवर का चमड़ा उतारते हैं, उसको टुकड़ा टुकड़ा काटना पड़ता थे, അതിനെ തീയിൽ വെക്കണം. उसको आग में डालना है। ആഴത്തിലുള്ള ഒരു നിലവിളിയും ഒരു കണ്ണുനീരുമുണ്ട്. वहां हम देख सकता है बहुत बड़ा दर्द और एक गहरा का एक आंसू, उसी जैसा नया नियम का लोगों के जीवन में भी होना है। ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോഗത്തിൽ കയ്യടിയുണ്ട്, ആത്മീയ യാഗത്തിൽ നിലവിളിയും കണ്ണുനീരും ഉണ്ട്. हालेलुया। हम जब संगति में होते हैं तालियां बजाता है, आनंद मनाता है, लेकिन बलिदान के समय पर आंसू बहाते हैं। ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പകരം മറ്റൊരു മൃഗം യാഗമാകുകയാണ്. पुराना नियम में व्यक्ति के बदले में जानवर की बलिदान होते थे। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം യാഗം കഴിക്കുമ്പോൾ, ആമേൻ, ആരാധനയ്ക്ക് പോകുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഹല്ലേലൂയ ശോധന ചെയ്ത് വിശുദ്ധമായ ഒരു ആരാധന നടത്തുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെ തീ ഇറങ്ങി നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. आपकी बलिदान स्तुति रूपी बलिदान लगातार आप आंसू बहाकर बिलक बिलक कर रोकर हालेलुया प्रार्थना के द्वारा चिल्लाते हुए हालेलुया रोते हुए गिड़गिड़ाते हुए जब तक नहीं करेगा तब तक स्वर्गीय परमेश्वर आपकी प्रार्थना पर, आपकी आराधना पर प्रसन्न नहीं करता। എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഇന്ന് രാത്രികാലം അറിയിക്കുവാനുള്ളത്, നമ്മെ ആരും കാണുന്നില്ലെങ്കിലും, നമ്മുടെ പ്രവൃത്തികൾ മറ്റാരും കണ്ടില്ലെങ്കിലും, നമ്മുടെ സംസാരം മറ്റാരും കേട്ടില്ലെങ്കിലും, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും നമ്മുടെ സകലവിധമായ നടപ്പും നമ്മെ കണ്ട് ഹല്ലേലൂയ ഉയരത്തിലുള്ള ഒരു കണ്ണ് നമ്മുടെ മേലുണ്ട്, ഒരു CCTV ക്യാമറ നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. हालेलुया। आज मुझे सुनने वाला लोगों, प्रभु की भक्त लोगों, मैं आपको बताता हूं, ये धरती पर हो सकता है आपको कोई देख नहीं रहे हो, आपको कोई सुन रहे हो, आपकी आवाजों को ना पहचान पा रहे हो, लेकिन हर एक बातों को जानकारी रखने वाला, दुनिया का हर एक हालेलुया समय को, हर एक बातों को जानने वाले एक सर्वशक्तिमान पिता परमेश्वर का जैसे CCTV कैमरा होता है, उसी से हमारे एक एक कदमों को, आक्षणों को, कार्यों को वो जांच पड़ताल करता है। അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ലെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. उनके आंखों से छुपा हुआ कोई सृष्टि ये धरती पर नहीं है। പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ഭയത്തോടും വിറയലോടും കൂടെ വേണം നമ്മുടെ യാഗങ്ങൾ കഴിക്കുവാൻ. इसलिए बड़े भय और डर के साथ आपकी बलिदान चढ़ाए। ആമേൻ. ഇവിടെ നാം വായിച്ചത് കൈനിലും പ്രൈസ് ദി ലോർഡ് 4-ാം വാക്യത്തിൽ വായിച്ചു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ്. हालेलुया। वहां हम देख सकता है हाबेल कईन से उत्तम हालेलुया बलिदान चढ़ाया।
രണ്ടുപേരും സഹോദരന്മാരാണ്. दोनों लोग भाई लोग हैं, രണ്ടുപേരും യാഗം കഴിക്കാൻ പോയവരാണ്. दोनों लोग प्रार्थना करने बलिदान चढ़ाने गया। ആമേൻ. എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ എന്താണ് വിശേഷത? हालेलुया। हाबेल का बलिदान में विशेष बात क्या था? ഹാബേൽ ആരാധിക്കാൻ പോകുന്നതിന് മുമ്പേ ആരാധന സ്വീകരിക്കുന്ന ദൈവം ആരാണെന്ന് അന്വേഷിച്ചു. हालेलुया। उन्होंने आराधना चढ़ान करने जाने से पहले, बलिदान चढ़ाने जाने से पहले परमेश्वर का प्रसन्न वाला बलिदान क्या है करके उसने जानकारी रखा। ഏത് രീതിയിൽ ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് തിരക്കി. किस रीति से बलिदान चढ़ाने से मेरा परमेश्वर मुझ पर प्रसन्न होगा करके उसने जांच ले लिया। ഹാബേൽ ആരാധിക്കാൻ പോകുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കി. ആ ദൈവം ഏത് ആരാധനയിൽ പ്രസാദിക്കുമെന്ന് മനസ്സിലാക്കി. हम आराधना करने के लिए जो जा रहा है वो परमेश्वर कौन है और वो परमेश्वर किस रीति का आराधना में प्रसन्न होता करके उसने उसका पता किया। അവന് ബോധ്യമായ ഒരു കാര്യം, ഞാൻ ആരാധിക്കാൻ പോകുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. उसको पता चला जिसका उपासना में करने जा रहा, जिसका आराधना में करने जा रहा वो जीवित खुदा है। അവൻ ആരാധിക്കുവാൻ പോകുന്ന ദൈവം ജീവനുള്ള ദൈവം ആയതുകൊണ്ട് ആരാധിക്കുന്നവനും ജീവൻ ഉണ്ടായിരിക്കണം. हालेलुया। उन्होंने जो आराधना करने के लिए गया, ईश्वर जीवित खुदा है, इसलिए वो जो बलिदान ले जाता है उसके अंदर भी जीवन होना चाहिए। അവൻ പറയുന്ന ആരാധനയ്ക്ക് അഥവാ യാഗത്തിന് കൊണ്ടുപോകുന്ന യാഗവസ്തു ജീവനുള്ളതായിരിക്കണം. हालेलुया। जो बलिदान करने ले जाएगा वो वस्तु भी जीवित जीवन वाला प्राणी होना चाहिए। തിരിച്ചു വരുമ്പോൾ അത് ചാരമായി സൗരഭ്യവാസനായി മാറണം. वो जो वापस आते हैं वो सामान वो एकदम राख बनकर परमेश्वर के लिए एक सुगंध रूपी हालेलुया हो जाना चाहिए। ആ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ യാഗവസ്തു മടങ്ങി വരുമ്പോൾ കയ്യിൽ കാണരുത്, അത് ചാരമായി തീരണം. जो आराधना के लिए ले गया वस्तु वहां हालेलुया एकदम प्रभु की वेदी पर वो एकदम फसम बन जाना है, राख बन जाना है, वापस नहीं लेके आना है। അതുകൊണ്ട് അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ജീവനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി. इसलिए वो जीवित परमेश्वर को आराधना करने के लिए उन्होंने एक जीवित हालेलुया जीवन वाला एक भेड़ को ले गया। ആമേൻ. അതിലെ ഊനമില്ലാത്തതായിരുന്നു. वो निर्दोष थे। പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടാതെ അവൻ ദൈവത്തെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. जब वो परमेश्वर के सामने आराधना के लिए पाप का छुटकारा के लिए बिना लहू बहाते हुए छुटकारा नहीं है करके उसको मालूम था। ആ ആരാധനയിൽ വിടുതലുണ്ടാകണമെങ്കിൽ യാഗവസ്തു ആമേൻ യാഗമാകണം. ഹല്ലേലൂയ. അതിന് അല്പം വേദനയുണ്ട്. जब आराधना जब चढ़ाते हैं प्रभु उसको प्रसन्न करना है तो उसके अंदर थोड़ा सा दर्द को हालेलुया सामना करना पड़ता है। അതിന്റെ കഴുത്ത് അറക്കപ്പെടണം. उसका गर्दन को काटना पड़ता है, അതിന്റെ തോല് ഉരിയപ്പെടണം. उसका चमड़े को उतारना पड़ता है, കണ്ണം കണ്ണമായി ആരെ നുറുക്കപ്പെടണം. वो याग वस्तु छोटा छोटा करके टुकड़ा करना पड़ता है, അത് യാഗപീഠത്തിന്മേൽ വെക്കണം. वो वेदी के ऊपर रखना पड़ता है, അത് തീയായി കത്തി ചാരമാകണം. वो आग जलकर वो राख बन जाना है। അപ്പോൾ ആരാധന എന്തെന്ന് ഗ്രഹിച്ചിട്ട് പോയി അവൻ ആരാധന കഴിച്ചു. हाबेल आराधना के बारे में जान लिया, उसके बाद जाकर जीवित खुदा को जीवित वस्तु के द्वारा आराधना किया। ഇതിന്റെ മധ്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഏലിയാവിന്റെ ആരാധന യാഗം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. एलिया का बलिदान के बारे में हम पढ़े हैं पहले അവന് किताब में। ആ ഇടിഞ്ഞു കിടന്നിരുന്ന ബലിപീഠം പുതുക്കി പണിതു. वहां हम देख सकता है टूटे हुए जो वेदी था उन्होंने उसको प्रभु की वजन के हिसाब से उसको बनाया। പ്രിയമുള്ളവരെ, എന്റെ നിന്റെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്നതായ അഥവാ ആമേൻ ദൈവപ്രസാദമില്ലാതെ കിടക്കുന്നതായ ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് നാം പുതുക്കി പണിത്
മാനസാന്തരപ്പെട്ട് യാഗം കഴിക്കുവാൻ കടന്നു പോകണം. हमारे और आपके जीवन में कोई भी प्रभु ना प्रसन्न करने वाला या टूटा हुआ या हालेलुया या कोई भी ऐसी वस्तु हो जो परमेश्वर प्रसन्न नहीं करता, उस वस्तु को पुनः निर्माण कर कर हालेलुया शुद्ध कर कर प्रभु की चरणों में वेदी पर बलिदान चढ़ाना. നമ്മുടെ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുകയാണോ? हमारा प्रार्थना टूटे हुए है क्या, रुका हुआ है क्या? ആ കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുകയാണോ? हालेलुया आपका पारिवारिक प्रार्थना टूटे है क्या? ആരാധനയ്ക്ക് കടന്നു പോകാതെ അങ്ങനെ വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ പോകുന്നവരാണോ? आप संगति के लिए जब समय मिलता है तभी जाता है क्या? നമുക്ക് ഉപവസിക്കുവാൻ സമയം കണ്ടെത്താറുണ്ടോ? उपवास के लिए आप समय निकालता है क्या? ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാറുണ്ടോ? परमेश्वर की राज्य की कार्य के लिए आप निकलता है क्या? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? परमेश्वर की राज्य के उन्नति के लिए आप खर्चा करता है क्या? ഹല്ലേലൂയ. ഇതെല്ലാം ഏതെങ്കിലും ഭാഗങ്ങൾ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് പുതുക്കി പണിഞ്ഞിട്ട് വേണം നാം കർത്താവിന്റെ സന്നിധിയിൽ ആരാധന കഴിക്കുവാൻ പോകാൻ. अगर इसमें से कोई भी टूटे हुए अवस्था अगर आपके जीवन में है तो इसको पुनर्निर्माण करके प्रभु की वेदी पर आराधना धन्यवाद का बलिदान चढ़ाना है. മറ്റാരെയും കാണിക്കാനല്ല പ്രിയമുള്ളവരെ, आप किसी और व्यक्ति को दिखाने के लिए नहीं, ദൈവപ്രസാദം നേടുവാൻ വേണ്ടി നാം ആ നിയമപ്രകാരം വ്യവസ്ഥ പ്രകാരം ആരാധന കഴിക്കണം, യാഗം കഴിക്കണം. परमेश्वर का प्रसन्नता को पाने के लिए परमेश्वर की व्यवस्था के अनुसार आराधना करना है. കയീനും ആരാധനയ്ക്ക് മിടുക്കനാ. कैन भी आराधना के लिए बड़े सामर्थ्य है. അല്ലെങ്കിൽ അവൻ ആരാധനയ്ക്ക് പോകത്തില്ലായിരുന്നു. हालेलुया नहीं तो वो आराधने में वहां नहीं जाता, घर में बैठता. എന്നാൽ എങ്ങനെ ആരാധിക്കണമെന്ന് അവന് അറിവില്ലായിരുന്നു. लेकिन किस तरीके से आराधना करना है करके उनको नहीं मालूम था. അവൻ എന്തൊക്കെയോ അർപ്പിച്ചു. वो पता नहीं उनका मन में आया नाम के लिए कुछ न कुछ चढ़ाया. ഞാൻ കൊടുക്കുന്നതിൽ വേണമെങ്കിൽ പ്രസാദിച്ചോട്ടെ എന്നവൻ ചിന്തിച്ചു. वो सोचा जो मैं दे रहा हूं वो टुकड़े पर प्रभु चाहिए तो प्रसन्न हो जाने पाए. അവൻ അർപ്പിച്ചത് കൊണ്ട് വെച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്നു, മടങ്ങിപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. जब वो वेदी पर लेके आया वो वहीं रह गया, जो वापस गया तभी भी वो वहीं रह गया. അതെന്തായി മാറിയില്ല? യാഗമായി മാറിയില്ല. वो वस्तु राख भस्म नहीं बना, वेदी पर बलिदान नहीं हुआ उसका. അതുകൊണ്ട് ദൈവം അതിൽ പ്രസാദിച്ചില്ല. इसलिए परमेश्वर उस पर प्रसन्न नहीं हुआ. ദൈവം ആ സ്ഥലത്ത് ഇറങ്ങി വന്നു. परमेश्वर उस जगह पर उतर आया. കയീനോട് ചോദിച്ചു, कैन से बात किया, മോനെ കയീനെ, നിന്റെ മുഖം എന്താടാ വാടിയിരിക്കുന്നത്? ये कैन तुम्हारा मुंह में ऐसा क्रोध वाला एकदम उदास क्यों है तुम? എടാ നന്മ ചെയ്യടാ കുഞ്ഞെ. ए बेटा तू भलाई कर. നന്മ ചെയ്താൽ ഞാൻ അതിൽ പ്രസാദിക്കത്തില്ലേ? अगर तू भलाई करता तो मैं क्यों नहीं प्रसन्न होता? നീ എന്തിനാ കോപിക്കുന്നത്? तुम क्यों क्रोधित हो रहे हो? എന്നൊക്കെ പറഞ്ഞപ്പോഴും അവൻ ഒരു വാക്കും ശ്രദ്ധിക്കുന്നില്ല. इतना तक परमेश्वर ने उससे सीधा सीधा बात करने के बाद भी उसकी ओर वो ध्यान नहीं दिया. അവന്റെ ശ്രദ്ധ മുഴുവൻ ഞാനും ആരാധിച്ചു അവനും ആരാധിച്ചു, എന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. उसका मन सिर्फ केवल इसी में था, मैं और मेरा छोटे भाई दोनों आराधना के लिए गया, परमेश्वर उस पर प्रसन्न हुआ, मेरे पर प्रसन्न हुआ, इसी पर उसका मन लगा हुआ था. മറ്റവനെ എങ്ങനെ വകവരുത്താമെന്നാണ് അവന്റെ ആ മനോഭാവം ഉണ്ടായിരുന്നത്. उसकी आराधना पर अगर परमेश्वर प्रसन्न हुआ तो उसको मैं आगे जीने नहीं दूंगा, मैं उसको खत्म करूंगा सोचते रहा. അസൂയ അവനെ കയറി പിടിച്ചു. हालेलुया उनके अंदर जलन आया अपना भाई के विरुद्ध. ആ അസൂയ എന്ന് പറയുന്നത് ജഡത്തിന്റെ ചിന്തയാകുന്ന അസൂയയാണ്, ജഡത്തിന്റെ ചിന്ത. हालेलुया जलन का मतलब हालेलुया वो शारीरिक इच्छा है. അവൻ ദൈവത്തിന്റെ പ്രസംഗം കേട്ടു കൊണ്ടിരിക്കുക, പക്ഷേ അവന്റെ ഹൃദയത്തിൽ ആരെ കുറിച്ചുള്ള ചിന്തയാ?
हालेलुया। उसके अंदर परमेश्वर खुद बात कर रहा है उसका सामने होकर, लेकिन उसकी ओर वो वजन की ओर, परमेश्वर की वजन की ओर ध्यान ना देते हुए उसके अंदर जो क्रोध है उसको पूरा करने के लिए उसके अंदर जो जलन पैदा हुआ वो शारीरिक इच्छा के ऊपर उसकी मन लग गया। ഹാബിലിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, ആമേൻ, എന്നാണ് അവന്റെ ചിന്ത ആയിരുന്നത്. जो मेरी भाई की वेदी बलिदान पर प्रभु प्रसन्न हुआ तो मैं उसको कदम करूंगा, यही उसका दिमाग में थी। ദൈവം പറഞ്ഞതൊന്നും ഇവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ परमेश्वर ने उसे बहुत बड़ा बात किया, वजन दिया, लेकिन उसकी ओर, प्रभु की ओर उन्होंने ध्यान ही नहीं दिया। ദൈവം പറഞ്ഞു, മോനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാ. परमेश्वर ने बोला, बेटा देखो पाप तुम्हारी दरवाजे पर है, उसका इच्छा तेरी ओर है। ഇത്രയും കേട്ടിട്ട് ഇവൻ തിരിഞ്ഞില്ല. इतना सुनने के बाद भी ये मुड़ा नहीं। അകത്ത് കോപം കയറിയാൽ പിന്നെ വചനം ഒന്നും ശ്രദ്ധിക്കത്തില്ല. जिसके अंदर गुस्से आ जाता ना, फिर वो वजन की ओर ध्यान नहीं देता। അത് പ്രസംഗിച്ചാലും ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രസംഗിച്ചാലും ശ്രദ്ധിക്കത്തില്ല. अगर वो प्रचार करे या परमेश्वर खुद आकर उसको दर्शन में बोले, फिर भी वो उसको हालेलुया और ध्यान नहीं देता। അതിന്റെ ഉദാഹരണമാ കയീൻ. उसके लिए एक नमूना है कैन। അകത്ത് കോപം നിറഞ്ഞാൽ, അകത്ത് പാപം നിറഞ്ഞാൽ സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നാലും അതിനെ ശ്രദ്ധിക്കത്തില്ല. अगर व्यक्ति के अंदर क्रोध अगर आ जाता है, आप देखना उस व्यक्ति के लिए अगर परमेश्वर उधर भी आते, उस व्यक्ति को कुछ समझ में नहीं आएगा। കോപം ഉള്ളപ്പോൾ ശ്രദ്ധിക്കത്തില്ല. जहां क्रोध है वहां कोई भी चीज को समझ में नहीं आता है। അവന്റെ ചിന്ത മുഴുവനും മറ്റവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതാ. उसका इच्छा पूरा उसको मैं किस तरीके से कदम करूं, അതിനുള്ള എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള മാർഗമെല്ലാം അവൻ കണ്ടുപിടിക്കുകയാണ്. उसको कदम करने का रीति और किस तरीके से उसको मैं मार डालूंगा करके उसने सोच विचार कर रहा है। എന്നെ കേൾക്കുന്ന ദൈവവേദലേ, വചനം കേൾക്കുന്ന സമയം നീ ശ്രദ്ധിച്ചു കേട്ടോണം. मैं आज मेरे से सुनने वाले लोगों, मैं आपको विनती करता हूं, जब आप वचन सुनते हैं दिल से, मन से सुनिए और ग्रहण कीजिए। ഏറ്റെടുക്കേണ്ട സമയം ഏറ്റെടുത്തോണം. जब आपको उसको अपने जीवन में लागू करना है, पूर्ण रूप से लागू कीजिए। ഇല്ലെങ്കിൽ നാളെ നിന്നെ ആർക്കും രക്ഷിപ്പാൻ കഴിയാത്തതുപോലെ ആ പാപം നിന്നെ വിഴുങ്ങും. कल तुमको कोई बचा नहीं पाओगे, उसी जैसा पाप तुमको खा जाएगा। കയീന്റെ വാതിൽക്ക് കിടന്ന പാപം കയീനെ വിഴുങ്ങി. कैन का दरवाजे पर परमेश्वर ने बोला ये पाप पड़ा है, वो कैन को खा गया। അതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ ആ ദേശം വിട്ട് പോകേണ്ടി വന്നു. उसकी वजह से कैन को उस देश को छोड़कर दूर पर अपने माता पिता को छोड़कर दूर जाना पड़ा। ഇന്നൊരു കാര്യം ഓർത്തോണം, നീ കൃപയിൽ നിന്നില്ലെങ്കിൽ ദൈവം നിന്നെ ആട്ടി ഓടിക്കും. आज तुम सुनना, अगर तुम प्रभु की अनुग्रह में ना रहो तो प्रभु तुमको भगा देगा। ആർക്കും തിരിച്ചു രക്ഷിപ്പാൻ കഴിയാത്തതുപോലെ ആമേൻ, ദൈവം നിന്നെ ആ മണ്ഡലത്തിൽ നിന്ന് ഒരു പരസ്യകോലമാക്കി ആട്ടി ഓടിക്കുവാനിടയാവും. तुमको कोई बचा नहीं सकता, तुम दुनिया के सामने, लोगों के सामने एकदम एक ठोकर का कारण बन जाएगा। ദൈവം നിന്നെ കൈവിടുന്നതിന് മുന്നമേ, ദൈവം നിന്നെ ആട്ടി ഓടിക്കുന്നതിന് മുന്നമേ, പാപം നിന്നെ വിഴുങ്ങുന്നതിന് മുന്നമേ നീ മടങ്ങി വരാൻ തയ്യാറാകണം. परमेश्वर तुमको तुम्हारी हाथ छोड़ने से पहले, पाप तुमको खा जाने से पहले आज मुड़ के आओ। ആമേൻ, നീ മടങ്ങി വരാൻ തയ്യാറാകണം. तुम पीछे मुड़ के आओ। ദൈവമക്കളെ, നീ ഒരു ദിവസമേ ജീവിച്ചോളെങ്കിലും മനുഷ്യനെ പ്രസാദിപ്പിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിച്ചോണം. अगर एक ही दिन तुमको जीवन ये धरती पर मिला, मनुष्यों को प्रसन्न करने वाला नहीं, परमेश्वर को प्रसन्न करने वाला जीवन जीना है। നീ ദൈവത്തിന് വേണ്ടി നിന്നോണം. तू परमेश्वर के लिए खड़े रहना। ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. परमेश्वर का इच्छा के विरुद्ध दाहिने बाएं नहीं मुड़ना। ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം.
परमेश्वर का हित को जानकर मन परिवर्तन होकर हालेलुया रूपांतर होना, ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വരാതെ हालेलुया बिना मतलब का सोचते सोचते बढ़ना नहीं, ദൈവകരങ്ങളിൽ താണിരുന്നു കൊള്ളണം. परमेश्वर की चरणों में हालेलुया नम्र होना. നാം ഇവിടെ വായിച്ചത് ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായ യാഗം കഴിച്ച കയീനെ പറ്റിയാണ്. हम आज सुना है परमेश्वर को प्रसन्न किया हुआ बलिदान चढ़ाया हुआ हाबेल के बारे में है. നാം അനേക വർഷങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. हम अनेक साल से प्रभु की चरणों में प्रार्थना करने वाला लोग है. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? हालेलुया मैं आपसे पूछना चाहता हूं, आपकी प्रार्थना पर प्रभु प्रसन्न होता है क्या? ആമേൻ. നാം അഥവാ ഒരു ഷോ പീസായി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ അകത്ത് പലവിധമായ ആ ജഡത്തിന്റെ മോഹങ്ങളും ജഡീയ സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്നവരാണോ? आज हम आप अपने आप को देखो, दूसरे को दिखाने के लिए मसीह पे निकल गया, लोग क्या पूछेगा करके एक दिखावट की आराधना करने के लिए हालेलुया आप अपने अंदर जो भी शारीरिक इच्छा है सबको रखकर आज प्रार्थना कर रहे हैं क्या? ഉപവസിക്കുന്നുണ്ട്, അഹം ശരിയല്ല. आप उपवास करते प्रार्थना करते लेकिन अंदर साफ नहीं है. ആരാധിക്കാൻ പോകുന്നുണ്ട്, കൂട്ട സഹോദരങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. आराधने में जाते हैं, साथ वाला विश्वासियों से प्रेम नहीं रख पाता है. പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, അകത്ത് കയ്പും ഈർഷ്യയും പകയും പിണക്കവും ഉണ്ട്. हालेलुया प्रार्थना में तो जाता है, अंदर कड़वापन है, हालेलुया बैर है और क्रोध है. ഇതൊന്നും വെച്ചുകൊണ്ട് ആരാധന നടത്തിയാൽ ദൈവം പ്രസാദിക്കത്തില്ല. ये सब रहकर अगर आप प्रार्थना करेगा तो प्रभु उस पर प्रसन्न नहीं होगा. അവന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ ദൈവത്തിന്റെ പ്രസാദമായ യാഗം കഴിച്ചതുകൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചതായി വായിക്കുന്നു. हम देखे हैं हाबेल परमेश्वर का प्रसन्न वाला बलिदान चढ़ाने से उनको धर्मी ठहराया प्रभु. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ആരാധനയും പ്രാർത്ഥനയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം, ലൈഫ് പ്ലീസിംഗ് ടു ഗോഡ്, ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ഈ 2022 നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. आप प्रभु की चरणों में प्रार्थना के लिए आते तो परमेश्वर की मन को जानकर प्रभु को प्रसन्न करने वाला आराधना चढ़ाने के लिए 2022 में प्रभु आपको प्रभु की प्रसन्न वाला एक आराधना चढ़ा कर प्रभु की महिमा करने के लिए प्रभु आपको इस्तेमाल करने पाए. 2021 ഹല്ലേലൂയ നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ 2022 നമ്മെ തന്നെ കണ്ടുണർന്നുകൊണ്ട് ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ ആമേൻ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് കൃപയുമാറാകട്ടെ. 2021 में हम देखकर जो कार्य हमसे नहीं हो पाया प्रभु की महिमा के लिए वो 2022 में प्रभु आपके द्वारा कराने पाए. നാം വായിക്കുന്ന വേദപുസ്തകത്തിൽ ലൂക്കോസ് 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഒരു അത്തിയെ നോക്കി ഫലം തെരഞ്ഞതായ ഒരു കഥ നാം വായിക്കുന്നുണ്ട്. हम लूका सुसमाचार 13 अध्याय में प्रभु एक हालेलुया अंजीर का पेड़ को देखकर एक उदाहरण बताता है. യേശു പറയുന്നത്, ഞാൻ 3 വർഷമായി അത്തിയിൽ ഫലം അന്വേഷിച്ചു വരുന്നു. हालेलुया वहां प्रभु बोलता है, मैं इस अंजीर का पेड़ में 3 साल से फल ढूंढने आया हूं, എന്നാൽ അതിൽ ഫലമില്ല, അതിനെ വെട്ടിക്കളക എന്ന് പറയുകയുണ്ടായി. परंतु उसमें फल ना पाया, उसको काट डाल दो करके प्रभु बोला. പ്രിയമുള്ളവരെ, നമ്മെ വെട്ടിക്കളയേണ്ട സമയങ്ങൾ പലതും വന്നു കഴിഞ്ഞു. हम लोग इस धरती से काट जाने का समय बहुत देर टाइम आ गया. എന്നാൽ ആ തോട്ടക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനനെ 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ. हालेलुया वहां हम देख सकता है बारी का रखवाला ने कहा, देख 3 वर्ष से मैं इसमें अंजीर के पेड़ पे फल ढूंढा ना आता परंतु नहीं पाता, इसे काट डाल की भूमि के क्यों. उसने उससे उत्तर दिया कि हे स्वामी, उससे इस वर्ष तो
और रहने दे कि मैं इसके चारों ओर खोद कर हाथ डालूं, सो आगे को फल तो भला, नहीं तो उसे काट डालना है. വേറെ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുന്നത്, അവൻ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. हालेलुया. हम देखे हैं यूहन्ना रचित सुसमाचार, हालेलुया, उसका 15 अध्याय 6 वचन में लिखा, यदि कोई मुझ पे बना ना रहे तो वह डाली को नहीं फेंक दिया जाता और सूख जाता है, और लोग उसे बटोर कर आग में झोंक देते हैं और वे जल जाती है. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം, ഫലം കായ്ക്കുന്ന ജീവിതം, ആമേൻ, ദൈവമാ നാമ മഹത്വത്തിന് വേണ്ടി നാം ജീവിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുമ്പോൾ ഫലമില്ലാത്ത വൃക്ഷങ്ങളായി ഉണങ്ങിയും മയങ്ങിയും ഉറങ്ങിയും മയങ്ങിയിരിക്കുന്ന അവസ്ഥ വിട്ടുകളഞ്ഞിട്ട് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? आज 2022 में हालेलुया, प्रभु ने इतनी बड़ी भीड़ के बीच में से चुन चुन के आपको उस गांव में से या शहर में से आपको निकाल कर लाया है, तो प्रभु के लिए एक फलवंत वाला वृक्ष की नहीं, हालेलुया, एक फलवंत वाला, प्रभु को प्रसन्न करने वाला जीवन बिताने के लिए आप एक बार अपने आप को समर्पण कीजिए. ദൈവം നമ്മെ കണ്ട് ദുഃഖിക്കാൻ ഇടയാകരുത്. परमेश्वर आपको हर जगह सुरक्षित रखने पाए. നമ്മെ കണ്ട് ദുഃഖിക്കുവാൻ ഇടയാകരുത്. हमको देखकर प्रभु दुखित ना होने पाए. हमें ദൈവ പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ നമുക്ക് സമർപ്പിക്കാം. परमेश्वर को प्रसन्न वाला जीवन बिताने के लिए अपने आप को समर्पण करें. നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവപ്രസാദമുള്ളതായിരിക്കട്ടെ. हमारा मुंह का शब्द और हृदय का चिंता पूरा परमेश्वर का प्रसन्न योग्य हो. നമ്മുടെ കർത്താവ് വരാറായി. हमारा यीशु मसीह बहुत जल्दी आने वाला है. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അവൻ വാതിൽക്കലായിരിക്കുന്നു എന്നാണ്. दुनिया के बातों हमको ये चेतावनी देता है, वो एकदम दरवाजे पर आ गया. അവൻ വന്ന് വിളിച്ചാൽ നിങ്ങൾ ഇന്ന് പോകുവാൻ തയ്യാറാണോ? आज रात को अगर प्रभु आ गया तो अगर आप जाने के लिए तैयार है क्या? അല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ഇന്ന് രാത്രികാലം തന്നെ ഒരുക്കമുള്ളവരായി കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുവാനായി കാതുകളെ ഹല്ലേലൂയ കോർത്തുകൊണ്ട് നാം ഇന്ന് രാത്രികാലം തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോയാൽ ഹല്ലേലൂയ വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ കൂടെ ലോകാരംഭം മുതൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ മഹാപീഡനം നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുമെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. आज रात को परमेश्वर की पवित्र आत्मा अगर आप अपने जीवन में प्रभु की आगमन में जाने के लिए अगर तैयार नहीं है, तो प्रभु को अपने उद्धारकर्ता अपना स्वामी नहीं माना, तो अभी उसके लिए समय है. अगर जो लोग उसको ग्रहण किया, बपतिस्मा लिया, अगर गलत जीवन जी रहे हो प्रभु के आगमन में, आपको लगता है, डर लगता है कि आप मन परिवर्तन हो जो आज तक दुनिया में आज तक किसी ने ना देखा, ना किसी के दिल में आया, उस तरीके का बहुत बड़ा पीड़ा आगे दिनों में आने वाला है. उससे पहले हालेलुया प्रभु का आगमन होगा, कलीसिया को ले जाएगा. परमेश्वर की चरणों में हमको जाना है, उसके लिए अपने आप को समर्पण करो. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. परमेश्वर की पवित्र वचन हमको ये शिक्षा देता है, जिनका नाम जीवन की किताब में ना लिखा हो उनको सब आग की भट्टी में फेंक दिया जाएगा. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വളരെ ഹല്ലേലൂയ ഭാരത്തോടെ പ്രയാസത്തോടെ വളരെ ദൈവത്തിന്റെ അരുളപ്പാട് മുന്നറിയിപ്പായി നമ്മളെ അറിയിക്കുന്നത്, മനം തിരിയുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. നമ്മുടെ കർത്താവ് നമ്മെ എതിരേൽപ്പാൻ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. आज रात को इस वचन के द्वारा आपको ये चेतावनी दे रहा है, एक पवित्र जीवन अपने आप को शुद्ध करो, हालेलुया, प्रभु का प्रसन्न योग्य जीवन बिताओ. देखो हमारे यीशु बहुत जल्दी आने वाला है. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. हम एक बार आंख बंद करें और प्रार्थना करें. സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രി വേളയ്ക്കായി സ്തോത്രം. हे हमारा स्वर्गीय पिता, ये आज अच्छे रात के लिए हम आपको धन्यवाद करते हैं. 2022 പ്രാരംഭ മാസം 3-ാം ദിനത്തിൽ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ നീ കൂട്ടിവരുത്തനായി സ്തോത്രം. पिताजी 2022 का तीसरा दिन पहला सोमवार को आपने हमको इकट्ठा किया, धन्यवाद. നീ ഞങ്ങൾക്ക് തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. पिताजी आपने हमको दिए अच्छे शुभ अवसर के लिए आपको धन्यवाद.
ആമേൻ. ഈ വർഷക്കാലം കർത്താവേ കഴിഞ്ഞ വർഷത്തെക്കാൾ അധികമായി അങ്ങേ പ്രസാദിപ്പിച്ച് തിരുവചന പ്രകാരം വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. पिताजी 2022 में 2021 से बढ़कर आपको प्रसन्न कर कर पवित्रताई में जीवन बिताने के लिए आप हमको पवित्र आत्मा की शक्ति दे पिताजी। ഇന്ന് രാത്രികാല വചനം കേട്ട് ആരും തന്നെ നിന്റെ വരവിങ്കിൽ കാഹള ശബ്ദത്തിൽ തള്ളപ്പെട്ടു പോവാണ്ടിയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. आज रात को वचन सुना हुआ कोई भी लोग आपकी चरणों से हट जाना न पाए। എല്ലാവരും വിശുദ്ധിയെ തികച്ച് വേഗം വരുന്ന രാജാവിന്റെ ഒരുങ്ങി കാത്തിരിപ്പാണ്ടിയാക്കുമാറാകണമേ. हर एक लोग पवित्रताई में भरपूर होकर आपकी बाट जोने पाए पिताजी। ആമേൻ. നീ എത്രയും വേഗം ആലിൽ താമസം വിനാ വാനമേഘത്തിൽ എഴുന്നള്ളതിനായി സ്തോത്രം. आप बहुत जल्दी आकाश को हालेलुया मेघों को ऋतु बनाकर हमारे ले जाने के लिए बहुत जल्दी आने वाला है। വേണക്കോട്ട് കലിയ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. रेनकोट कलिसिया के लिए प्रार्थना करते पिताजी। അതിൽ കൂടി വരുന്ന എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. इसमें हालेलुया जो भी लोग संबंध करते हैं जूम ऑनलाइन में दुनिया की कोने कोने से पिताजी हर एक लोगों को आपका हाथ पे देते हैं। കർത്താവേ എല്ലാവരെയും നീ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ. हर एक लोगों को सुरक्षित रखे पिताजी। ഒന്നുപോലും നഷ്ടപ്പെട്ടു പോവാണ്ടിയാകരുത് കർത്താവേ. इसमें से एक भी छूट जाना न पाए पिता। കർത്താവേ എല്ലാവരെയും നിന്റെ ബലമുള്ള കൈ കീഴിൽ താങ്ങിക്കൊള്ളുമാറാകണമേ. हर एक को आपकी बलवंत हाथों में थाम लीजिए पिता। ആ പ്രദേശം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് പുതുബലവും പുതുശക്തിയും പുതിയ അഭിഷേകം കൊടുക്കുമാറാകണമേ. पिताजी यहाँ सेवा करने वाला हर एक प्रभु का दासों को शक्ति बल और सामर्थ्य दीजिए पिता। അവൻ നിന്റെ വരവിന്റെ പ്രത്യാശ ഞങ്ങൾ നിറയ്ക്കണമേ. पिताजी आपकी आगमन का आशा पर बाट जोते रहने पाए। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. प्रार्थना सुन लिया धन्यवाद यीशु मसीह के बेटे और पवित्र नाम मांगते आमीन। ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. एक बार और मैं सबको मेरा प्रेम भरा वंदन देता हूँ। प्रभु सबको आशीष दे। थैंक यू पास्टर जी, आपको प्रभु बहुत से आशीष दे। हमारे बीच में एक अनुग्रहित वचन हमारे जीवन का 2022 के लिए एक सबसे हालेलुया हमेशा याद रखने वाला एक वचनों को आपने हमको दिया। हम आपको धन्यवाद करते। हम आपके लिए प्रार्थना की पिता जो उनके पास्टर के लिए, दासी के लिए, बच्चों के लिए, उनके परिवारों के लिए हम प्रार्थना करते पिताजी। दया करना, साथ रहना, अभी तक संभाला 2021 में संभाला। हालेलुया महामारी के बीच में आपके बेटे को आपने उस जगह पर रखा, सेवकाई पे बढ़ाया, हमारे बीच में लगातार आकर आपकी पवित्र वचनों को बांटने के लिए सामर्थ्य दिया, शक्ति दिया पिताजी। पिताजी आज भी एक कथ्य वचन दिया, वचन के अनुसार हम चलने पाए। आपके दास को पिता पुत्र और पवित्र आत्मा का नाम राशि दे दे, शुक्र में छुपाते महिमा आपको मिले। यीशु मसीह के पवित्र नाम मांगते हैं। आमीन आमीन आमीन। थैंक यू पास्टर जी। बाय 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 बाय। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.